ഇന്ന് ഞാനിവിടെ ചിക്കു ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അതായത് സപ്പോർട്ട് ഐസ്ക്രീം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഐസ്ക്രീമാണ്. വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഫ്രഷ് ക്രീം യൂസ് ചെയ്തും ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 5 സപ്പോട്ട കുരുകളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. 2 സപ്പോട്ട ചെറുതായി ചോപ്പ് ചെയ്തതാണ്. 1/2 കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. പഞ്ചസാര സപ്പോട്ടയുടെ മധുരം അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇത് മധുരമുള്ള സപ്പോട്ട ആയതുകൊണ്ട് ഞാൻ 1/2 കപ്പ് എടുത്തു വെച്ചതാണ്. പിന്നെ 1/2 ടീൻ കണ്ടൻസ്ഡ് മിൽക്ക് വേണം. 1/2 കപ്പ് പാല് വേണം. ഏലക്ക ഒരു ഫ്ലേവറിന് വേണ്ടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ഇഷ്ടമില്ലെങ്കിൽ അതിന് പകരം വനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് വിപ്പിംഗ് ക്രീം. ഇങ്ങനെ 5 ഇൻഗ്രീഡിയൻസ് ആണ് ചിക്കു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയത്. ആദ്യം നമുക്ക് ഈ സപ്പോട്ട ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സപ്പോട്ട നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കാം. അതിന് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഈ 1 കപ്പിൻ്റെ അളവിലാണ് എടുക്കുന്നത്. ഈ ക്രീം നമുക്ക് ഒരു ബ്ലെൻഡർ വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഇതിനോടൊപ്പം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ല ഹൈ സ്പീഡിൽ അടിച്ചെടുക്കണം. ഇനി നമുക്ക് 1/2 ടീൻ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിനോടുകൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം നമുക്ക് ഈ സപ്പോട്ടയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1/2 കപ്പ് പാല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിനോടൊപ്പം ഒഴിക്കാം. ഫ്ലേവറിന് വേണ്ടി ഞാൻ ഏലക്ക പൊടിച്ചത് ഒരല്പം പഞ്ചസാര ചേർത്ത് ഞാൻ എളുപ്പം പൊടിയാൻ വേണ്ടി പൊടിച്ചതാണ്. അതിൽ ചേർത്ത് കൊടുക്കുക. ഈ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുക. സപ്പോട്ടയ്ക്ക് ഏലക്കയുടെ ഫ്ലേവർ കുറച്ചുകൊണ്ട് നന്നായിട്ടുണ്ടാവും. ഇനി നമുക്ക് ലാസ്റ്റ് ഈ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സപ്പോട്ട ഇതിലെ കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയൊരു ബൈറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഇത് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അടച്ചു വെക്കാം. നന്നായിട്ട് എയർ ടൈറ്റുള്ള പാത്രം തന്നെ വേണം. കാരണം ഇത് കുറച്ചെങ്കിലും എയർ ഇതിൻ്റെ അകത്ത് കടന്നാൽ ഇതിൻ്റെ മേലെ ഐസ് ഫോം ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പാത്രം വേണമെന്ന് പറയുന്നത്. അപ്പോൾ പാത്രം ഞാൻ ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താണ്. ഇനി നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കു ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. ഇത് നമുക്കിനി കാരമലൈസ് ചെയ്ത നട്ട്സ് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫ്രൂട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്താലും മതി. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.